കോടതി തന്നെ പറഞ്ഞതാണ്, വൈദികർ ഒരു ജോലിയാണ് ചെയ്യുന്നതിന്, അതിന് ശമ്പളം കൈപ്പറ്റുന്നുണ്ട് എന്ന്. അപ്പോൾ ആ ശമ്പളം കൈപ്പറ്റുന്നവർ ഇതുപോലെ എഴുതി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഏകീകൃത കുർബാന തുടങ്ങി, എത്രയോ വൈദികർ അത് ചെല്ലുന്നില്ല. അവർക്കൊരു ഷോക്കേസ് നോട്ടീസ് പോലും കൊടുക്കാൻ, അത് കാരണം കാണിക്കാൻ നോട്ടീസ് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ തുടങ്ങി വയ്ക്കാൻ പോലും കഴിവില്ലാത്ത മേലധികാരികളുള്ളപ്പോൾ അവർക്ക് സമവാക്യം പൊളിഞ്ഞെന്ന് പറഞ്ഞ് നിർത്താം. ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പം ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? സീറോ മലബാർ സഭയ്ക്ക് ഒരു ഏകീകൃത കുർബാന വേണം എന്നുള്ളത് ഒരു കാര്യം, അത് വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലേ? ഏത് സഭയ്ക്കാണ് അങ്ങനത്തെ ഒരു പ്രാർത്ഥന മോഡില്ലാത്തത്? എല്ലാവർക്കും മനസ്സിലാവുന്ന, ലോകം മുഴുവനും ഒരൊറ്റ കുർബാന. ആ കുർബാനയിൽ ഇനിയിപ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന സമയം കൂടുതലാണെങ്കിൽ അതൊക്കെ സിനഡിൽ ആലോചിച്ച് വേണമെങ്കിൽ സമയം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഏകീകൃത സ്വഭാവം ഉണ്ടാകുക എന്നുള്ളതൊരു ബേസിക് കാര്യങ്ങളാണ്. ആ ബേസിക് കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കാനും ആ ബേസിക് കാര്യങ്ങൾ വൈദികർക്ക് അനുസരിപ്പിക്കാൻ പറ്റാത്ത ഒരു പറ്റം നേതൃനിര ഉള്ളപ്പോൾ ഇതൊന്നും ഇത്ര വലിയ കാര്യമില്ല. വൈദിക സമിതി സമവാക്യം ഉണ്ടാക്കും, അവർക്ക് സമയമുണ്ടെങ്കിൽ ചെല്ലും. അത് നമ്മളിപ്പോൾ തൊഴിലാളികൾക്ക് അങ്ങനെയാണല്ലോ, അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റോ ബോണസോ അല്ലെങ്കിൽ ശമ്പളം കൂടുതലൊന്നും കിട്ടിയില്ലെങ്കിൽ അവർ സമരത്തിനിറങ്ങും എന്ന് പറയുന്ന നിലയിലേക്ക് ഈ സഭയെ കൊണ്ടെന്നെത്തിച്ച ആ ഭരണാധികാരികളോട് വളരെ വിഷമം തോന്നുന്നു. ഇവർക്കെല്ലാം ദൈവം ഒരു പ്രത്യേക അനുഗ്രഹം നൽകിയത് കൊണ്ടാണല്ലോ ഇവരെല്ലാം ഇതുപോലത്തെ വലിയ വലിയ പൊസിഷനിലായത്, നമ്മളെ ഭരിക്കാനും നമ്മുടെ നേതൃസ്ഥാനത്തിൽ അവർ വന്നത്. അതിൻ്റെ ഒരു അന്തസ്സിലേക്ക് അവർ വരുവാൻ ദൈവം അവർക്ക് ശക്തി നൽകട്ടെ. എനിക്ക് തോന്നുന്നില്ല ഇപ്പം പോകുന്ന ആൾക്കാരെ കൊണ്ട് ഇത് നടത്താൻ പറ്റും എന്നുള്ളത്. ഒരേ